എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്പർ സിസ്റ്റത്തിലുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഈ ഒരു ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഓപ്ഷൻസ് ആണ് ഈ സൈഡിൽ 42, 21, 9, 3 എന്നുള്ള ഓപ്ഷൻസ് ആണ്. ഇഫ് 2/3 ഓഫ് എ നമ്പർ ഈസ് സബ്സ്ട്രാക്റ്റഡ് ഫ്രം 7/3 ഓഫ് എ സെയിം നമ്പർ, അതായത് 7/3 എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയുടെ 7/3നോട് ആ സംഖ്യൻ്റെ 2/3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? ആ കിട്ടുന്ന സംഖ്യ ആ സംഖ്യയുടെ 2 കൂടുതലായിരിക്കും, അതായത് x+2 ആയിരിക്കും. അപ്പോൾ 2 മോർ എന്നാണ് പറഞ്ഞപ്പോൾ x+2 ആണ് വരും. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ എക്സിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഈ /3 ഒരുപോലെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. 7 - 2 എഴുതാം, പിന്നെ x+2 എഴുതാം. ഇനിയിപ്പോൾ ഈ x+2 അവിടെ തന്നെ നിന്നോട്ടെ. നമുക്ക് ഈ 7 - 2 എന്ന് പറഞ്ഞാൽ 5 ആവും, 5/3 ആവും. x × 5/3 ഈക്വൽ ടു x × x+2. അപ്പോൾ ഇവിടെയുള്ള 3നെ നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് ഗുണിക്കാം. അപ്പോൾ അല്ലെങ്കിൽ എക്സിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അതായത് x 5/3 മൈനസ് എക്സ് വരും. അപ്പോൾ എക്സ് പുറത്തെടുത്താൽ x × 5/3 മൈനസ് 1 വരും. അപ്പോൾ 5/3/3 എന്ന് വരും. ഈ ഇൻറ്റു എക്സ് എന്ന് വന്നു കഴിഞ്ഞാൽ 2 ആണ്. അപ്പോൾ ഈ 3നെ അങ്ങോട്ട് കൊണ്ടു കഴിഞ്ഞാൽ 6 ആവും. 2 × 3 പറഞ്ഞാൽ 6 വരും. അപ്പോൾ x × 2 ഈക്വൽ ടു, അതായത് 2x ഈക്വൽ ടു 2 × 3 ആണ്. അപ്പോൾ 2 രണ്ട് ഭാഗത്തുള്ളതുകൊണ്ട് ഇത് ക്യാൻസലാവും. അപ്പോൾ x ഈക്വൽ ടു 3 ആവും. അപ്പോൾ ഇത് സ്പീഡിൽ ചെയ്യാവുന്നുള്ളൂ. ഞാൻ സ്റ്റെപ്പ് വൈസ് ചെയ്തുകൊണ്ടാണ് ടൈം എടുത്തത്. വിച്ച് ആമong ദ ഫോളോയിങ് ലെസ് ദാൻ 1/5? അപ്പോൾ ഈ ഏറ്റവും 1/5നേക്കാൾ ചെറുത് ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് കിട്ടിയതിൽ ഏറ്റവും ചെറുത് ഏതാണെന്ന് ആദ്യം കണ്ടുപിടിക്കാം. എന്നിട്ട് അത് 1/5നേക്കാളും ചെറുതാണോ നോക്കാം. ഇവിടെ ന്യൂമറേറ്റർ എല്ലാത്തിൻ്റെ ഒരുപോലെയാണ്. അതുപോലെ തന്നെ ഡിനോമിനേറ്റർ 35, 37, 38 എന്നുള്ള അടുത്തടുത്ത സംഖ്യയാണ്. ഈ 2/11 മാത്രമാണ് വ്യത്യാസമായി നിൽക്കുന്നത്. അപ്പോൾ അത് 2/11 ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ 2/11 1/5. അപ്പോൾ 5 × 2 പറഞ്ഞാൽ 10 ആണ്. 11 × 1 പറഞ്ഞാൽ 12 ആണ്. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. 5 × 2 ഇതിൻ്റെ ന്യൂമറേറ്റർ ഓപ്പോസിറ്റ് ഡിനോമിനേറ്റർ ആയിട്ട് ചെയ്തിട്ട് അതിൻ്റെ അടിയിലാണ് ഇതുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നേരെ കിട്ടി 2/11 1/5ൻ്റെ താഴെയുള്ള സംഖ്യയാണ് എന്ന് ഇവിടെ ക്ലിയറായി. അതുകൊണ്ട് ലെസ് ദാൻ 1/5 എന്നുള്ള ഓപ്ഷൻ വരുന്നത് 2/11 ആണ്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനും വരാറുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൽ ഓപ്ഷനിൽ നൺ ഓഫ് ദ എബോവ് എന്ന് വരുന്നുണ്ട്, അങ്ങനെയുള്ള ഓപ്ഷൻസും വരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ 20 + 2.01 + 0.10 ആണ്. അപ്പോൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എങ്കിലും ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ പോയിൻ്റ് ഒരുപോലെ വരുന്ന രീതിയിൽ എഴുതുക. അതായത് ഇവിടെ പറയുന്നത് 20.1, 20.01, 0.10. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1220 എന്ന് കിട്ടും. അപ്പോൾ 2221 ആയി. അപ്പോൾ പക്ഷേ അത് ഓപ്ഷനിൽ ഇല്ലാത്തതുകൊണ്ട് നൺ ഓഫ് ദിസ് എന്നാണ് ഓപ്ഷൻ വരുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ അറിയാം 20നോട് 2ഉം കൂട്ടിയിട്ടാണ് വരുന്നത്. പക്ഷേ ഓപ്ഷനിൽ 10ന് ചുവടുള്ള സംഖ്യകളാണ് തന്നത്. ഇനി അടുത്തത് വാല്യൂ ഓഫ് 2 + 1/2 + 3/2 + 5/2 + 7/2 അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ ഇത്രയും ഡിഫിക്കൽട്ടാണ് നോക്കണ്ട. ഇതിൻ്റെ ഡിനോമിനേറ്ററൊക്കെ ഒരുപോലെയാണ്. പിന്നെ ഫസ്റ്റത്തത് 2 എന്നുള്ളത് 4/2 ആണ്. ഇതിൻ്റെ ഓപ്ഷൻസ് വന്നത് 10, 18, 8, 12 ആണ് വന്നത്. അപ്പോൾ തന്നെ നോക്കാം. ഫസ്റ്റത്തെ കാര്യം ശ്രദ്ധിക്കുക. 1 എന്ന് പറഞ്ഞാലും 2/2 എന്ന് പറഞ്ഞാൽ 3/3 എന്ന് പറഞ്ഞാൽ, അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആണെങ്കിൽ അതിൻ്റെ ആൻസർ 1 തന്നെയായിരിക്കും. അത് ഏത് സംഖ്യക്ക് ഈക്വലാണ്. അപ്പോൾ നമ്മൾ ഒരു സംഖ്യേനെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരുപോലെ സംഖ്യേനോട് ഗുണിച്ചാൽ, അതായത് 1 കൊണ്ട് ഗുണിച്ചാൽ ആ സംഖ്യക്ക് മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇവിടെ 2നെ
2/2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഒന്നിനോട് ഇൻറ്റു ചെയ്തു, അപ്പോൾ വ്യത്യാസമൊന്നും വരാനില്ല. അപ്പം നമുക്ക് ഈ 2ൻ്റെ അടിയിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരുപോലെ, അതായത് ഡിനോമിനേറ്റർ ഒരുപോലെ വരാൻ വേണ്ടിയാണ് ചെയ്തത്. ഇനി ബാക്കിയുള്ള സംഖ്യ അതുപോലെ തന്നെ എഴുതുക. ഈ സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല ശരിക്കും. ഈ 1 ടോട്ടൽ ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ടോട്ടൽ ഡിവൈഡ് ബൈ 2 വരും. ഇവിടെ 2 × 2 എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ എടുക്കുക. പിന്നെ ബാക്കിയുള്ള +1 +3 +5 +7. അപ്പോൾ 7 3 കൂടി കൂട്ടിയാൽ 10 കിട്ടി. പിന്നെ ഇവിടെ ഒരു 5 ഉണ്ട്. പിന്നെ 5 2 × 5 പറഞ്ഞാൽ 2 × 2 പറഞ്ഞാൽ 4 + 1 5, പിന്നെ 6 5. അങ്ങനെ ടോട്ടൽ 20 വരും. മുകളിൽ താഴത്ത് 2 വരും. അപ്പോൾ 20/2 പറഞ്ഞാൽ 10ആണ്. അതാണ് ഇതിൻ്റെ ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 1/3 ഓഫ് എ നമ്പർ ഈസ് 75, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷെയർ ഓഫ് ഇറ്റ്സ് 45. അപ്പോൾ അതായത് ഒരു സംഖ്യേൻ്റെ 1/3 എന്ന് പറഞ്ഞാൽ 75 ആണ്. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 225 കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ എക്സിനെ നമുക്ക് 225 കിട്ടിയതുകൊണ്ട് അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് 45 എന്നാണ് ചോദിച്ചത്. അപ്പോൾ 225നെ എക്സിന് പെർസെൻറ്റേജ് കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 45 കിട്ടി. എക്സ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ 45 എന്നുള്ള വാല്യൂ ഉണ്ട്. അപ്പോൾ 45 കൊടുക്കുക. 45. ഈ 45ൻ്റെ ഡിവൈഡ് ബൈ 225 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അത് എത്രയാണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് മൾട്ടിപ്ലൈ വെട്ടിപ്പോകും. കാരണം ഈ 2ൽ 5 കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, 45 കൊണ്ട് വേണം നേരിട്ട് ചെയ്യാം. പക്ഷെ 5 കൊണ്ട് ചെയ്യുമ്പോൾ 225ൽ 45 5 വരും. അതുപോലെ തന്നെ മേത്തിൽ 45ൽ 9 5 വരും. അപ്പോൾ 9/45 വരിക. ആ 9/45 പറയുമ്പോൾ 45ൻ്റെ ഗുണനപ്പട്ടികയിൽ തന്നെയാണ് വരിക. അപ്പോൾ 1/5 എന്നുള്ള ആൻസർ വരും. അപ്പോൾ ഓപ്ഷനിൽ 1/5 ചെയ്താൽ മതി. ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഓപ്ഷൻ ചെയ്യാതിരിക്കാൻ നല്ലത്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ വന്നത് ഡിവൈഡഡ് ആണ്. അപ്പോൾ ഡിവൈഡ് വരുമ്പോൾ ഒന്നും ചെയ്യാനില്ല. ഒരു സംഖ്യ ഡിവൈഡ് ചെയ്താൽ 3 കിട്ടുക എന്നുള്ള ഓപ്ഷൻ നമുക്കറിയാം. ഓപ്ഷൻ എല്ലാം 3 ആണ്. അപ്പോൾ എത്ര ഡെസിമൽ ഉണ്ടെന്ന് നോക്കാം. മുകളിൽ 6ഉം ഹരിക്കണം 2 ആണ്. അപ്പോൾ 6 - 2 ചെയ്ത് കഴിഞ്ഞാൽ 4 കിട്ടും. 4 ഡെസിമലുള്ള ഏത് ഓപ്ഷനാണ് അത് എടുക്കുക. അപ്പോൾ ഇവിടെ 0003 എന്നുള്ളൊരു ഓപ്ഷനാണ്. അത് ടിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഹരിക്കുന്നവരാണ് മൈനസ് ചെയ്യേണ്ടത്, ഗുണിക്കുന്നവരും പ്ലസ് ആണ് ചെയ്യേണ്ടത്. ഇനി ഇതിലേതാണ് ഡിസെൻഡിങ് ഓർഡറിൽ ഇതെന്ന് ചോദിച്ചത്. അപ്പോൾ 4/5 ചെയ്യുക. അത് ഇവിടെ നിന്നതിൽ 7/9 ചെയ്ത് ഏത് ഓർഡറിൽ വേണം ചെയ്യാം. അപ്പം ഞാൻ ഇങ്ങനെയാണ് എടുത്ത്. അപ്പോൾ 9ന് 4 ചെയ്ത് കഴിഞ്ഞാൽ 36ഉം 5 7 35 ആണ്. അപ്പോൾ ഇതാണ് അതിൽ ചെറുത്, കാരണം 35 ചെറുത്. അതുപോലെ തന്നെ 4/5 വേറെ ഒന്നായിട്ട് കൂടി നോക്കുകയാണെങ്കിൽ അങ്ങനെ 4/5 ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. 4/5 വേറൊരു സംഖ്യ ഏത് വേണമെങ്കിലും എടുക്കാം, ഏതെങ്കിലും സംഖ്യ എടുത്താൽ മതി. അപ്പോൾ അത് 12ഉം 5 2 10. അപ്പോൾ ഇതിൽ വലുത് ഈ 2 സംഖ്യേൻ്റെയും വലുത് 4/5 ഫസ്റ്റ് ഓപ്ഷനിലാണ് അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ഇനി അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി 7/9 എവിടെയാണ് വരുന്നത് നോക്കുക. അപ്പോൾ 7/9 എന്ന് പറഞ്ഞാൽ 2/3 ചെറുതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി അടുത്ത് 7/9 ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഏത് ഓർഡറിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഏത് രീതിയിൽ ചെയ്താൽ നമ്മൾ ഓപ്ഷനായിട്ട് കമ്പയർ ചെയ്ത് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഇതിൽ നൺ ഓഫ് ദീസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് അത് ആവാനും ചാൻസ് ഉണ്ട്. കാരണം ഇങ്ങനെയുള്ള ഓപ്ഷനിൽ കുറച്ചുകൂടി ടഫ്നെസ് കൂടുതലാണ് ഈ നൺ ഓഫ് ദീസ് വരുമ്പോൾ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനിലായിരിക്കുന്നത് നമുക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ഇനി 11/3ഉം 2/3 ഏതാണ് വലുത് നോക്കാം. അപ്പോൾ ഇതിൽ 11/3 വലുതാണ്, 2/3 ചെറുതാണ്. അത് നമുക്ക് കിട്ടിയ ഓപ്ഷൻ വെച്ച് 7/9ഉം 2/3 ആണ് ഏറ്റവും ചെറുതായി വരുന്നത്. ഈ 7/9 ആണോ 11/13 ആണോ വലുത് നോക്കാം. ഇവിടെ നിന്ന് വേണം നമുക്ക് ഓപ്ഷനിൽ നോക്കിയിട്ട് ആൻസർ നൺ ഓഫ് ദീസ് ആണെന്ന് കൊടുക്കാം. പക്ഷേ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഏതാണ് ഓർഡർ എന്ന് കൂടി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്.
എല്ലായ്പ്പോഴും നൺ ഓഫ് ദീസ് എന്നുള്ളൊരു ഓപ്ഷൻ വരാറില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫുൾ സ്റ്റെപ്പ് കഴിയണം. അപ്പോൾ ഇവിടെ 4/3 ചെറുതും 11/13 വലുതുമാണ്. അപ്പോൾ 11/13 ആണ് ഏറ്റവും വലുത്, 4/3 ചെറുതാണ്. 4/5. അപ്പോൾ ഇതിലുള്ള ഓപ്ഷനിലൊന്നും തന്നില്ല. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ 3 times and 7 times ഓഫ് എ നമ്പർ ഈസ് 36. അപ്പോൾ ദ നമ്പർ ഈസ്, അതായത് നമ്പർ ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ 7 - 3 × x, അതായത് 7 തവണയും 3 തവണയും. അപ്പം അത് ബ്രാക്കറ്റ് ഇട്ടെന്നുള്ളൂ. അപ്പോൾ x = 36/4 വരും. 36/4 എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പോൾ 9 ആണ് ആൻസർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇത് ഫസ്റ്റത്തെ അതേ മെത്തേഡ് ചെയ്യേണ്ടതാണ്. ഇവിടെ 16 ആണ്, 15/16 ആണ്. ഫൈൻഡ് ദ മിനിമം ഫ്രാക്ഷൻ വിച്ച് ഈവൻ വെൻ ആഡഡ് ടു 29/12 + 15/16 വിൽ ഗീവ് എ കംപ്ലീറ്റ് നമ്പർ. അതായത് ഒരു ഇൻറ്റീജർ ആയിട്ട് കിട്ടുന്ന ഏതാണെന്ന് ചോദിച്ചത്. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനിൽ ഇവിടെ 48 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സംഖ്യകളാണ് ഇവിടെ ചെറിയത് കമ്പാരിറ്റീവ്ലി. അപ്പോൾ അത് വെച്ച് ചെയ്ത് നോക്കാം. നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും ചെയ്യാം. അതിനേക്കാൾ ഏറ്റവും നല്ലത്, ഓപ്ഷനിൽ ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ഇതിൻ്റെ ആൻസർ ചെയ്യുന്നതാണ്. ചില ടൈമിൽ ഓപ്ഷനിൽ ചെയ്ത് വരുമ്പോൾ കുറേ ടൈം എടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഇവിടെ ചെയ്യുമ്പോൾ LCM എടുത്ത് ചെയ്യുന്നത് പെട്ടെന്ന് കഴിയും. അപ്പോൾ 12 ഉം 16 LCM എടുക്കുകയാണെങ്കിൽ 2 കൊണ്ട് ചെയ്യുക. അപ്പോൾ 6 ഉം 8 ഉം വരും. അതിന് 2 കൊണ്ട് ചെയ്താൽ 3 ഉം 4 ഉം വരും. അപ്പോൾ 3 ഉം 2 കൊണ്ട് ചെയ്താൽ 3, അതുപോലെ തന്നെ 4-ന് 2 ആവും. ഈ 2 × 2ൻ്റെ ക്യൂബ് 8 ആണ്. 8 × 2 16. 16 × 3 എത്രയാണ് നോക്കാം. 16 × 3 6 18 8 1 3 3 4. അപ്പോൾ 48 വരും. അപ്പോൾ ഏകദേശം 48 അടിയിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷനിൽ നോക്കിയാൽ മനസ്സിലാവും 48 ഉള്ള ആൻസർ ആയിരിക്കും വരിക. അപ്പോൾ അതിലേതാണെന്ന് കാണാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങൾ നോക്കുക. അപ്പോൾ ഇത് 48 കോമൺ ആയിട്ട് അടിയിൽ വരുമ്പോൾ മുകളിലേക്ക് ആക്കാൻ വേണ്ടി 12-നെ 4 കൊണ്ട് ഗുണിച്ചാലാണ് 48 ആവുക. അപ്പോൾ മുകളിലും താഴത്തും 40 4 കൊണ്ട് നമ്മൾ ഗുണിക്കും. അതുപോലെ തന്നെ 16-നെ 3 കൊണ്ട് ഗുണിച്ചാലാണ് 48. 16 × 3, അതുപോലെ 15 × 3 ആവും. അപ്പോൾ 29 × 4 ചെയ്യാം. അപ്പോൾ 4 9 36, 36 6, ബാക്കി 3, 4 3 4 2 8, 8 3 11. ഇനി അതിനോട് 15 × 3 45 ആണ്. അപ്പോൾ ചെയ്ത് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുന്നത് നോക്കുക. അതിൽ നിന്ന് 48 ഡിവൈഡ് ചെയ്തിട്ട് അതിനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കുക. അപ്പോൾ ഈ മെത്തേഡിൽ ചെയ്യുന്നേരം ടൈം ടേക്കിംഗ് ആണെന്ന് തോന്നും, പക്ഷേ ഇത് നമ്മൾ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറേ സ്റ്റെപ്പുകളിലൂടെ ചെയ്യുന്നത്. ഈ സ്റ്റെപ്പുകളൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കൂട്ടിക്കഴിഞ്ഞാൽ 161/48 കിട്ടും. അപ്പോൾ 161-നെ 48 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക. 48-ന് 3 പ്രാവശ്യം പോവും. 50-ന് 3 പ്രാവശ്യം 150 ആണ്. അപ്പോൾ 48 3 പ്രാവശ്യം എന്ന് പറയുമ്പോൾ 144 വരിക. 144-ൽ 11-ന് 4 പോയി കഴിഞ്ഞാൽ അവിടെ 5 4 പോയി കഴിഞ്ഞാൽ 7 വരും. അതുപോലെ തന്നെ 5-ന്ന് 4 പോയാൽ 1. അപ്പോൾ 17 ആണ് വന്നത്. അപ്പോൾ 17 3 + 17 ആണ്. 3 ആണ് നമുക്ക് വന്നത്. റിമൈൻഡർ വന്നത് 17 ആണ്. അപ്പോൾ 3 + 17/40 ആണ്. അപ്പോൾ 48-ന്ന് 17 പോയി കഴിഞ്ഞാൽ എത്രയാണ് നോക്കുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ 31 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ 48 3 + 17/48 + 31/48 ചെയ്യുമ്പോൾ 4 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ ഒരു പൂർണ്ണസംഖ്യ ആവണമെങ്കിൽ ഇവിടെ 3
48 കൊണ്ട് 31/48 കൊണ്ട് പ്ലസ് ചെയ്യണം. ഈ ഒരു അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻറ്റിജർ ഹൂസ് പ്രൊഡക്റ്റ് ഈസ് 22 2 to 4. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മുടെ ഓപ്ഷനിൽ സിമ്പിൾ ആണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 എന്നുള്ള മെത്തേഡ് ചെയ്ത് എക്സും ഗുണിച്ചതിന് ശേഷം എക്സ് സ്ക്വയർ ആയി. അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2x ആയി, എക്സ് പ്ലസ് 2x വരും. പിന്നെ അപ്പുറത്തുള്ള -2 to 4 ഈക്വൽ 0 വെച്ചിട്ട് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ -b + or -√b² - 4ac/2a എന്നുള്ള 4ac/2a എന്നുള്ള ആ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടൈം ടേക്കിംഗ് ആണ്. അപ്പോൾ ഓപ്ഷൻ കുറച്ചുകൂടി അടുത്തടുത്തുള്ള ഓപ്ഷൻസ് ആണെങ്കിൽ നിങ്ങളങ്ങനെ ചെയ്ത് നോക്കുക. ഇവിടെ നമുക്ക് ഗുണനമായതുകൊണ്ട് പിന്നെ 10ൻ്റെ ഗുണനമൊക്കെ ഇവിടെ വരുന്നുണ്ട് ഓപ്ഷനിൽ. അപ്പോൾ നമുക്ക് സെക്കൻഡ് മെത്തേഡ് ഒന്ന് നോക്കാം. സെക്കൻഡ് മെത്തേഡിൽ 6 × 8 48 അത് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ 10 × 12 120 അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി 14 × 16. അപ്പോൾ 16 × 14 ചെയ്യുമ്പോൾ 4 6 24, ബാക്കി 2 4 4 5 6 വരും. പിന്നെ 1 6 16 1. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ആൻസറായി 2 to 4. അപ്പോൾ ഇത് തന്നെയാണ് ആൻസർ വരുന്നത്. അപ്പോൾ എല്ലാവരും നല്ലോണം ഇതൊന്ന് ചെയ്ത് നോക്കി പഠിക്കുക.